ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നേ ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒന്ന് ചെയ്തു, സംഭവം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി. ഇനിയിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ രണ്ടാമത്തെ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഒരു ടോയ് ആണ്. എനിക്ക് ഓൺലൈനിൽ കണ്ടിട്ട് ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഇത് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നമുക്കിങ്ങനെ ഭയങ്കര അത് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു തരിപ്പ് കയറും അത് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കണ്ട് മേടിച്ചതാണ്. സംഭവം അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. ഞങ്ങളിതുവരെ കളിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ട് കളിക്കുന്നതൊക്കെ ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. ഓക്കെ, ഇതാണ് സംഭവം. ഇത് ആമസോണിൻ്റെ ബോക്സാണിത്. ആമസോണിൻ്റെ ബോക്സ് ഇതാണ് സംഭവം. കണ്ട, ഫാസ്റ്റ് ഫിംഗർ, അതായത് ഫാസ്റ്റ് ഫിംഗർ പ്രീമിയം വുഡൻ ഗെയിം. 2 പേര് കളിക്കേണ്ട ഒരു ഗെയിമാണത്. ജസ്റ്റ് സിംപ്ലി യൂസ് ആൻഡ് എലാസ്റ്റിക് ബാൻഡ്. ഇതിലൊരു എലാസ്റ്റിക് ബാൻഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഈ കോയിൻ ഇങ്ങനെ വലിച്ചു വിടണം. ഈ അപ്പുറത്തെ എതിരാളീൻ്റെ ആ കോളത്തിലെത്തിക്കണം. അതാണ് സൂപ്പർ ഗെയിമാണ്. തുറന്ന് നോക്കാം. ഫാസ്റ്റ് ഫിംഗർ എന്നാണ് വരിക. അത് ഏറ്റവും ഫാസ്റ്റായിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടുന്ന ആൾ ജയിക്കും. ഹൈ ക്വാളിറ്റി വുഡ്, ടോപ്പ് ക്വാളിറ്റി ഫിനിഷിങ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗൈസ്, ഇതാണ് സംഭവം. ഇതിവിടെ എലാസ്റ്റിക്കിൻ്റെ ഒരു 2 വള്ളികളുണ്ട്. നമ്മൾ ആ കോയിൻസ് നോക്കട്ടെ. ഹൈ ക്വാളിറ്റി എന്ന് പറയത്തക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹെൽത്ത് വീണാൽ സംഭവം പൊട്ടിപ്പോവും. കുഴപ്പമില്ല. കുറച്ച് നാൾ കളിക്കാം. എങ്ങനെയുണ്ട് നോക്കാം, നമുക്ക് കളിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിൽ കോയിൻസിൻ്റെ ഒക്കെ കവറ് പൊട്ടിപ്പോവും. അപ്പോൾ അതാണ്ട് അതിൻ്റെ 10 കോയിൻസ് ഈ ക്യാരംസിൻ്റെ കോയിൻസ് പോലെ ഉണ്ട്. 5 അപ്പുറത്തെ ആൾക്കും 5 ഇപ്പുറത്തെ ആൾക്കുമാണ് കേട്ടോ. ഇത് 5 കോയിൻസ് ഇവിടെ ഉണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ വെക്കുക, അപ്പുറത്തേക്ക് വിടുക, ഇതിൽ കൂടെ അപ്പുറത്ത് വെത്തുക. അങ്ങനെ ഈ കോളത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ വലിച്ച് വിടുക. സൈഡിലുള്ള എല്ലാം അപ്പുറത്ത് എത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. ആ സമയത്ത് അവിടെയുള്ള ആളും ഇങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊരു ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ വരും. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ഫാസ്റ്റായിട്ട് ചിന്തിക്കാനും ഫാസ്റ്റായിട്ട് കൈ വിരലുകൾ ഒക്കെ ഒന്ന് വഴങ്ങി വരാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. ഇതൊന്ന് കളിച്ച് നോക്കാം. കളിച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ലെമോ ടോയ്സ്. കളിച്ച് നോക്കാം. അതാണ് എൻ്റെ കോയിൻ കേട്ടോ. കോയിൻ ഇതാണ് അതിൻ്റെ ബോർഡ് കേട്ടോ. ഇതാണ് ബോർഡ് കണ്ടോ. ഇതാണ് അതിൻ്റെ ബോർഡ് വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് അതിൻ്റെ എലാസ്റ്റിക് നല്ലതാണ്. സംഭവം നല്ലതാണ്. ഇതിലിങ്ങനെ കോയിൻസ് വെച്ചിട്ട് വലിച്ചു വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വിടുക. ഓരോരോ കളികൾ നമുക്ക് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാൻ പിടിച്ചാൽ കോയിൻസ് പിടിച്ചോ. 4 ആയുള്ളൂ. ഓക്കെ, 5 ആയില്ലേ. അപ്പോൾ കളി തുടങ്ങാൻ പോവാണ്. റെഡി 1 2 റെഡി 1 2 3 സ്റ്റാർട്ട്. അത് ഫൗളാട്ടോ. മോളിൽ കൂടെ തെറിച്ചാണ്. എനിക്ക് കളിക്കാൻ പറ്റണല്ലോ. ഏയ് പുള്ളി അടുത്ത കളി പിടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ, എൻ്റെ അപ്പുറത്ത് പോയിട്ട് നിങ്ങൾ നേരെ തിരിച്ചു വന്നു. ഏയ് ഏയ് രണ്ട് കളിയും തോറ്റു അല്ലേ. റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ ഞാൻ ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എന്ത് എന്ത്
ജയിച്ചു. ഗൈസ് സൂപ്പർ കളിയാട്ടോ, നല്ല കളിയാണ്, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കളിയാണ്. കുട്ടികളെ കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് നമ്മുടെ ഒപ്പം ജയിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഒപ്പത്തിനൊപ്പം ഒരേ പ്രായത്തിലുള്ള ഒരാളപ്പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് കളിക്കാം. സൂപ്പറാണേ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കളിച്ചു. സൂപ്പർ ഗെയിമാണ്. കുറേ കളി ഞാൻ ജയിച്ചു, കുറേ കളി തോറ്റ്. ഇത് കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, കുട്ടികൾക്ക് തന്നെയാണ് ഇത് ബെസ്റ്റ് കേട്ടോ. കുട്ടികളുടെ കൈകൾ പെട്ടെന്ന് ഫിംഗർ ഫാസ്റ്റ് ആവും. പിന്നെ അവർക്ക് പെട്ടെന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് വരും. ചിന്തിച്ച് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും നമുക്കിത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. കോയിൻ ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ വെച്ചിട്ട് അപ്പുറത്തെ ആൾ അടിക്കണ സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ രണ്ടും കൂടെ തട്ടി ക്യാൻസലായി പോകും. അപ്പോൾ എന്താക്കുകയെന്ന് വെച്ചാൽ അപ്പുറത്തെ ആൾ അടിക്കുന്നത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് വിടാൻ. അപ്പോൾ അപ്പുറത്തെ ആളുടെ ഒന്ന് ഇവിടെ എത്തുകയും ചെയ്തു, നമ്മുടെ അപ്പുറത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ അപ്പുറത്തെ ആൾക്ക് മിസ്സാവുമ്പോഴാണ് നമുക്ക് ചാൻസ് കൂടുതൽ. അപ്പുറത്തെ ആൾക്ക് മിസ്സാവുമ്പോൾ നമ്മൾ കൃത്യമായിട്ടത് എത്തിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ സൈഡിലുള്ള ഓരോന്ന് കുറച്ചുകൊണ്ട് വരിക. അത് അടിപൊളി കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കളിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പൈസയ്ക്ക് മുതലാണ്. ഇതിന് ആമസോണിൽ എനിക്ക് 900 ആണ് വന്നത്. എനിക്കൊരു വൗച്ചർ ഉണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ എടുത്താണ്. അപ്പോൾ കൃത്യമായിട്ട് എമൗണ്ട് ഞാൻ നോക്കിയില്ല, 900 സംതിങ് ആണ് ഇതിന് വന്നത്. ഇത് അതിനുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ല, പക്ഷെ ആ ഗെയിം ക്വാളിറ്റി ഉണ്ട്. ഗെയിമിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ പ്രൊഡക്റ്റ് 900 രൂപയ്ക്കൊക്കെ ഇതുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ഇതാക്കുന്ന പക്ഷെ നല്ലതാണ് കേട്ടോ, സംഭവം നല്ലതാണ്. കുട്ടികൾക്ക് നല്ലതായിരിക്കും. നമുക്ക് ഫോണിലൊക്കെ കുട്ടികൾ കളിക്കുന്നതിന് പകരം ഇതിൽ 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇവിടെ കോമ്പറ്റീഷനൊക്കെ വെച്ച് കളിച്ചോളും. അപ്പോൾ അത് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സംഭവം നല്ലതാണ്. കൊള്ളാം, അടിപൊളി ഗെയിമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ വാങ്ങി നോക്ക്. ഇതാണ് സംഭവം. ഇതിനെന്താണ് ഇതിൻ്റെ പേരെന്താ, ശരിക്കും പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് പാർട്ടി ഗെയിം, ട്രാവൽ ഗെയിം, ചിൽഡ്രൻ ഗെയിം, പാരന്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ രസമായിരിക്കും. കൂട്ടുകാരൊക്കെ ഉള്ളിടത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു മത്സര ഇനമായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ, അടുത്ത വീഡിയോ കാണാം.